ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് മത്തൻ നടിയിലാട്ടോ. മത്തൻ നമുക്ക് ഏത് സമയത്തും നടാം, മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം നടാം. നനക്കാനുള്ള സൗകര്യം ഉണ്ടായാൽ മതി. പിന്നെ മത്തന് വള്ളി പടർന്നങ്ങ് പോവാൻ സൂപ്പറായിട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മത്തൻ സൂപ്പറായിട്ടുണ്ടാവും. ഞാൻ നടുന്ന കാര്യമായിട്ട് മത്തൻ കായ കിട്ടിയില്ലെങ്കിൽ മത്തൻ ഇല, മത്തൻ ചപ്പ്, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. മത്തൻ ചപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം വരി മത്തൻ നടാലോ, നിൽക്കും കാണാതെ. ഇവിടെയാ നടാൻ പോകുന്ന. ഇവിടെ ചെത്തി നന്നാക്കിയ തോട്ടത്തിലേ നമുക്ക് ഇങ്ങനെ മത്തൻ നടാൻ പറ്റൂ. കാരണം എന്താ, മത്തന് ഭയങ്കര വള്ളി പോവാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ എൻ്റെ കച്ചറകളാണ്, ഒക്കെ നന്നാക്കിയതാ. പൊടിയും വൈകുന്നേരം പക്ഷെ വെയിൽ പോയില്ല. അപ്പം ഇവിടെ ഞാൻ കുഴി വയ്ക്കട്ടെ കേട്ടോ. ഞാനിവിടെ ഒന്ന് നട്ടിരുന്നു. എന്താ നട്ടെന്ന് തന്നെ എന്നോട് മറന്നു വയ്ക്കുക. അപ്പോൾ ഒന്നും എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ സ്ഥലത്ത് നല്ല പദം ഉണ്ടാവും. ഇപ്പോൾ വെച്ചാൽ ഇന്ന് പോയിക്ക് ഇവിടെയാ മത്തൻ നടാൻ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് തന്നെ നല്ലൊരു കുഴിയാൻ കുഴിക്കട്ടെ. വിസ്താരമുള്ള കുഴി കുഴിച്ചിട്ട് നിറച്ചും പോട്ടി മിക്സ് ഇട്ടാൽ നല്ല സോഫ്റ്റ് മണ്ണും ആവും, നല്ല വേരോട്ടം ഉണ്ടാവും. വേരോട്ടം ഉണ്ടായാൽ മാത്രമേ പടർന്ന് പോവുള്ളൂ. വേരുകൾക്ക് നല്ലോണം ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ നല്ല വേരോട്ടം വേണം. മഴ ഇവിടെ കിട്ടിയിട്ടല്ല, പാറ പോലെ ഉണ്ട് കേട്ടോ. എന്നാലും കുറച്ചൊരു സോഫ്റ്റ് ഉണ്ട്. ഞാൻ ഇവിടെ ഒന്ന് വട്ടത്തിൽ റൗണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ. നല്ല ആഴത്തിലാക്കി, കാരണം നമുക്ക് നല്ലോണം ചപ്പൊക്കെ ഇട്ടിട്ട് നറക്കാലോ, അത് വിചാരിച്ചിട്ടാ. ഇത് ഫുള്ള് കുഴിക്കുന്ന കേട്ടോ, നിങ്ങളെ കാണിച്ച് ഒരു മണിക്കൂറൊക്കെ എടുത്തേക്ക്. എന്താ അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് കാണിച്ച്. നിങ്ങൾ വിചാരിക്കും വാഴ വെക്കാനോ തെങ്ങ് വെക്കാനോ എന്നുള്ളത്. ഇതിൻ്റെ മുമ്പ് ഞാൻ ചീര നട്ടപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്ത് ഇതിൽ തെങ്ങ് നട്ടൂടെ ഇരുന്നോ. എനിക്കങ്ങനെ പോട്ടി മിക്സ് കുറേ അങ്ങ് തുടക്കം തന്നെ ഇടണം. പിന്നെ നമ്മൾ അനങ്ങണ്ട, പിന്നെ നനച്ചു കൊടുത്താൽ മാത്രം മതി. ഇതാ ഇത്രയും കുയ്യൊക്കെ എന്തോ വട്ടം, നല്ല വണ്ണത്തിൽ. ഇനി ഞാനിതിൽ ഈ ചുറ്റുവട്ടത്തിലുള്ളൊക്കെ ഇതിലങ്ങോട്ട് വലിച്ചിടട്ടെ. മാസ്ക് ഇടേണ്ടി വരും അത്രക്ക്. കടലാസൊക്കെ ആയി പെട്ടോട്ടെ, ഒന്നും ആവില്ല, കേടല്ല, ഒക്കെ വളയിക്കോളും. ഇനി ഇതൊന്ന് അമർത്തട്ടോ. ഞാൻ കയറി നിന്നാൽ തന്നെ മതി, അത്രക്കും വെയിറ്റാ. എന്താ ഞാൻ കുയ്യിൽ ചാടിപ്പോയിട്ടോ. പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ അടി പോയിക്കോട്ടെ. പരിസരം വൃത്തിയാവും. എല്ലാം വാരി കോരി ചൂട്ട് കൊണ്ടാട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോയി. ഇതാ കണ്ടില്ലേ, മണ്ണും പൊട്ടി മിക്സും ഒക്കെ പോയി. കുറച്ച് മണ്ണൂടട്ടെ. ഞാൻ ഇതിൽ കുറച്ച് മണ്ണിടട്ടെ, എന്നാലേ ഇത് വിഘടിച്ച് വേഗം വളാവുള്ളൂ. കുറച്ചേ ഇടുന്നുള്ളൂ, ഇനി എനിക്ക് വേറെ ഇടാണ്ട്. പണ്ട് ഞങ്ങൾ എങ്ങനെയെന്നറിയോ, ഇത് തീ കൊടുക്കുന്നു, എന്നിട്ട് ആ കരിഞ്ഞയിലേനു പ്ലാസ്റ്റിക്. ഇനി ഞാൻ കുറച്ച് കരിയില കമ്പോസ്റ്റ് ഇട്ടിട്ട് കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഒരാൾ പരിചയക്കാർ ഇതിലൂടെ പോകുമ്പോൾ ഇതെന്താ നോക്കി തുറന്ന് കാണിച്ചൂടെ, വീണ് പോകും. എനിക്ക് ഇഷ്ടം പോലെ ചാമ്പക്കല്ലത് വീണുപോയി. ഇതാ ഇഷ്ടം പോലെ കേട്ടോ. ഇതാ
ഞാൻ കവറിലാക്കട്ടെ. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടത്. ഞാൻ കരിയില കമ്പോസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൽ ഞാൻ എൻ്റെ അടുക്കള വേസ്റ്റ് ഒന്നും ഇട്ടിയില്ല. ഞാൻ ഈ പറമ്പിൽ ചാക്കിൽ കുത്തി നിറച്ച് വെച്ചേനി. ഇത് നിറച്ചും കുത്തി നിറച്ച്. ഇനിയിപ്പോൾ അത് പോയി ചുരുങ്ങില്ലാണ്ടായി. നോക്കട്ടെ കേട്ടോ, കുറച്ചേ ഇടുന്നുള്ളൂ. എന്താ കരിയിലായത് ഞാൻ കെട്ടിയട വെച്ചിട്ടേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല. ഒരു കഞ്ഞിവെള്ളം ഒഴിക്കുക ഒന്നും ചെയ്തില്ല. കാരണം ഇത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തല്ല, അതുകൊണ്ടാണ്. നല്ലോണം ഉണ്ട് ഇത്. നല്ല വളമായിരിക്കും. ഇതിൻ്റെ മേലെ മണ്ണിരട്ടെ. ഇനിയാണ് നമ്മൾ നടുമ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ അപ്പം തന്നെ ഒഴിച്ചോളണം, അല്ലെങ്കിൽ അതിൻ്റെ തൈ കാണിച്ചു തരാം കേട്ടോ. തൈ കാണിച്ചു തരാം. ഞാൻ നടുന്ന മത്തൻ തൈ നോക്ക്. ഞാൻ എൻ്റെ പഴുത്ത മത്തന് വിത്തെടുത്ത് ഉണക്കി തൈക്കിട്ടതാ. കണ്ടോ എന്താ അടിപൊളിയിലാണ്ട. ഇത് കരുത്തില തൈ വളർന്നു വന്നത് നോക്ക്. ഇനി നമ്മളെ കരിയില കമ്പോസ്റ്റും നനവും കിട്ടിയാലുണ്ടല്ലോ റോക്കറ്റ് സ്പീഡായിരിക്കും. ഞാൻ എങ്ങനെയാണ് നനക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ താമസിക്കുന്ന വീടല്ല, അതുകൊണ്ട് എനിക്ക് എപ്പോൾ ഒന്നും നനക്കാൻ വരാൻ നടക്കൂല. അപ്പം ഞാൻ ഒരു വലിയൊരു പാത്രത്തിൽ നിറച്ച് വെള്ളം, എന്നിട്ട് ഒരു കോട്ടൺ തുണി അങ്ങ് വെച്ച് കൊടുത്ത് ഈ മൂടി കുറച്ച് ലൂസും ആക്കി ആ തുള്ളി നേരിയതായിട്ട് നമുക്ക് 2 ദിവസം കൂടുമ്പോൾ കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയുള്ള പ്ലാനിങ്ങാണ്. വേറെ സ്ഥലത്താകുമ്പോൾ അങ്ങനെയൊക്കെ. വീട്ടിലിഷ്ടം പോലെ വെള്ളം, കിണർ വെള്ളം, പദ്ധതി വെള്ളം ഒക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനത് ആ സ്ഥലത്തല്ലത്. ഇതിന് പടരണമെങ്കിൽ കുറേ സ്ഥലം വേണം. ഈ മത്തന് ഞാനിവിടെ ഇറക്കിയാക്കട്ടെ, ഒരു കുയ്യു വയ്ക്കട്ടെ. നടുവിൽ നമുക്കത് വെക്കാം. നടുവിൽ നമുക്ക് തുള്ളി നന വെക്കാം. ഞാനിതെങ്ങനെയാണ് എടുക്കുന്ന അറിയോ? കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കമിഴ്ത്തിടും. വേര് പുറത്തുകൂടി വന്നു കേട്ടോ. ഇഷ്ടം പോലെ വേരാ. നല്ല തൈ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടിപൊളി ഉഷാറായിട്ടുണ്ടാവട്ടെ. എൻ്റെ കണ്ടുണ്ടാക്കുന്ന എല്ലാവരും ഉഷാറാവട്ടെ. ഇനി ഒന്നുകൂടി ഉണ്ട്. അതിന് നടുക്ക് നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം. കുറച്ച് അതിൻ്റെ അടുക്ക് വെണ്ട മുളച്ചിക്കും. ഇപ്പം എന്താ ചെയ്യുക? എല്ലാം മുട്ടി കൊടുത്താൽ മതി. ഒടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്ത് നടുക്ക് ഒരു വെള്ളം കൂടി കൊടുത്താലുണ്ടല്ലോ ഇത് റോക്കറ്റ് സ്പീഡിൽ വളർന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഇവിടെ അങ്ങ് വെച്ച് കൊടുക്കും വെള്ളം. ഇവിടെ ഒരു തൈ കൂടി വെക്കട്ടെ. എന്താ പറഞ്ഞാൽ അത്രയും വലിയ കുഞ്ഞായതുകൊണ്ടാണ്. ഒന്നുകൂടി ഉണ്ട്. അതവിടെ പോയി ഒന്നുകൂടി കൊണ്ടുവന്നിരുന്നല്ലോ. അതവിടെ ഉണ്ട്. അതും വലിയൊരു കുഞ്ഞ. കൂടിപ്പോയോ തൈ? ഇതിൻ്റെ മുമ്പ് ഞാൻ നട്ടപ്പോൾ പറഞ്ഞിരുന്നു കൂടിപ്പോയിന്ന്. പച്ചമുളക് നട്ടപ്പോൾ ശോഭ. ചാറുണ്ടാട്ടെ. ഇതൊക്കെ ഞാൻ നടുവിൽ എൻ്റെ ബക്കറ്റ് പാത്രം വെക്കാട്ടോ. കണ്ടോ ബക്കറ്റിൽ തുള്ളി ഇങ്ങനെ ഉറ്റി ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കും. കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഇത് ഞാൻ ഇങ്ങനെ ആക്കി കളയും. എന്താ പറഞ്ഞാൽ ചെരിഞ്ഞു വേണ്ട. അങ്ങനെ വിജയകരമായിട്ട് ഞാൻ നട്ട് കഴിഞ്ഞു. മൂടി വെക്കണം.
ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊരു വളർച്ച വളരും എല്ലാം ഞങ്ങളെ കാണിക്കൂട്ടോ എവിടം വരെ എത്തി എന്നുള്ളത്. തൈ നല്ല കരുത്തുള്ള തൈ ആയാൽ തന്നെ മതി. എന്നാൽ പിന്നെ അന്ന് അങ്ങോട്ട് ഉഷാറായിക്കോളൂ. അപ്പം കണ്ടില്ലേ പിന്നെ ഞാൻ ഇതിൽ കരിയില കമ്പോസ്റ്റ് ഇട്ട് കുഴിച്ചാറ് രണ്ടാമത്തെ ഞാൻ കാണിച്ച്. ഇനി കുറച്ച് മണ്ണിടട്ടെ കേട്ടോ. കരിയില കമ്പോസ്റ്റ് തീരെ മണ്ണിട്ടില്ലേ, വെറും കരിയിലേ കണ്ടോ. ഇനി ഞാൻ നടട്ടെ. തൈ കണ്ടോ, നല്ല അടിപൊളി തയ്യാ. വെള്ളം താ നന തുണ്ടി നന ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് മുട്ടണോ. ഓ പ്ലാസ്റ്റിക് വേറൊന്നും കൂടി നടട്ടെ, കൂടി പോകൂരേക്കും. കുറേ വിത്ത് കണ്ടപ്പോൾ ഞാനങ്ങ് നട്ടും ചെയ്ത് മുളച്ചും ചെയ്ത്. എന്താ ഒന്നുകൂടി ഉണ്ട്. ഇതിലൊക്കെ ഞാൻ വീണ്ടും പലതും ഇനി മുളപ്പിക്കും. ഓ അത് വീണു പോയിക്ക്, അതൊന്നും ആയില്ല. സൂപ്പറായിട്ട് നട്ട്. ഇനി നടുക്ക് ഞാൻ നന നിറച്ച് വെള്ളം കൊണ്ടുവന്ന് ഇതിൽ കൂടെ അങ്ങനെ ഉറ്റും. ഇത് 2-3 ദിവസത്തിനൊക്കെ അത് മെല്ലെ ഇത് പോവും. കയ്യിലൊക്കെ നനഞ്ഞു. മെല്ലെ മെല്ലെ പോയാൽ മതിയല്ലോ. സൂപ്പറായി നട്ട്. ഞാൻ ഇതിൻ്റെ കുറച്ച് ഞാൻ ചപ്പ് കൊണ്ടുപോയിട്ട് പൊതടട്ടെ, അല്ലെങ്കിൽ എന്താ അറിയോ വരണ്ടു പോകും മേൽഭാഗം. അടി നനവെത്തിയാലും അതും കൂടെ ചെയ്യട്ടെ കേട്ടോ. പൊത ഞാൻ പറഞ്ഞല്ലോ ഉണങ്ങിപ്പോരാന്നുള്ളത്. കൂടുതൽ ഇടണമെങ്കിൽ ഇതൊന്ന് പൊന്തണോ ഒക്കെ ചെരിച്ച. അപ്പോൾ എൻ്റെ പൊതി ഇട്ട് കഴിഞ്ഞു, 2 കൂടെ ഞാൻ നട്ട് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മൊത്തം നടിൽ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.